ലോകം മുഴുവൻ ക്രിസ്തുമസിന്റെ ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടും നക്ഷത്രങ്ങൾ ഉയർന്നു, ക്രിസ്മസ് ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ, ക്രിസ്തുമസിന്റെ ആരംഭം നമ്മൾ എപ്പോഴും കാണുന്നത് ഒരു മംഗളവാർത്തയിലാണ്. മാലാഖ പരിശുദ്ധ കന്യകാമറിയത്തോട് ദൈവപുത്രൻ നിന്നിലൂടെ ജനിക്കുമെന്ന് പറയുന്ന മംഗളവാർത്ത. ലൂക്കയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 26 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മളിത് കാണുന്നത്. ദൈവത്തിന് ഇത്തരത്തിലൊരു മംഗളവാർത്തയുടെ ആവശ്യമുണ്ടോ? തൻ്റെ പുത്രന് ഭൂമിയിൽ ജന്മം നൽകാൻ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അനുവാദം ഇല്ലാതെ തന്നെ അത് സാധ്യമായിരുന്നു അല്ലേ? അവൻ ജനിച്ചതിന് ശേഷം അവന് ദൈവപുത്രനായിട്ട് ജീവിക്കാമായിരുന്നു. എന്താണ് ഒരു മംഗളവാർത്തയുടെ ആവശ്യം ദൈവത്തിന്? എല്ലാം സൃഷ്ടിച്ച് എല്ലാം നിയന്ത്രിക്കുന്ന ദൈവത്തിന് ഇത്തരത്തിൽ മനുഷ്യന്റെ ആവശ്യം ഉണ്ടോ? നമ്മുടെ ദൈവത്തിന്റെ മഹത്വം ഇവിടെയാണ്. ഒരുപക്ഷെ പുരാണങ്ങളിലും മറ്റു ദൈവിക സങ്കല്പങ്ങളിലുമെല്ലാം ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യരെയാണ് നമ്മളെല്ലാം കാണുക. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ കാര്യത്തിൽ മനുഷ്യന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത്. സൗജന്യമായ ഒരു രക്ഷയോ ഒരു രക്ഷകനെ അല്ല നമ്മുടെ ദൈവം നമുക്ക് തന്നത്. മനുഷ്യന്റെ കൂടി അധ്വാനത്തിൽ അനുവാദത്തിൽ നൽകപ്പെടുന്ന ഒരു രക്ഷ. അതുകൊണ്ട് തന്നെ മനുഷ്യന് വേണ്ടി നിലകൊള്ളുന്ന ദൈവം മനുഷ്യന്റെ അനുവാദത്തോടുകൂടി തൻ്റെ മകനെ മനുഷ്യർക്ക് ദാനമായി നൽകുന്നതാണ്. അവന് വേണമായിരുന്നു മനുഷ്യന്റെ അനുവാദം. ഈ അനുവാദത്തിന് പരിശുദ്ധ കന്യകാമറിയം യെസ് എന്ന് പറഞ്ഞെടുത്താണ് ദൈവിക വാർത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മംഗളവാർത്തയായി തീർന്നത്. ദൈവവും മനുഷ്യനും ഒന്നായി തീരുന്ന ഒരൊറ്റ സമയം, അതാണ് മംഗളവാർത്ത. ഈ മംഗളവാർത്തയില്ലാതെ നമുക്ക് ഒരു ക്രിസ്തുമസ് ഇല്ല.